സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPIയുടെ പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സീനാദേവി എന്ന് പറയുന്ന യുവതി ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു വക്കീൽ, അദ്ദേഹത്തിൻ്റെ അത് ഔദ്യോഗികമായ വക്കീൽ അല്ലെങ്കിൽ പോലും അനൗദ്യോഗികമായ ഒരു വക്കീലിൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ വെള്ളപൂശാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 31-ാം തീയതി, അതായത് 3 ആഴ്ച മുമ്പ് രംഗത്തെത്തിയ സീനാദേവി എന്ന് പറയുന്ന CPIയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പോസ്റ്റിനെക്കുറിച്ചും അവരുടെ ചില പശ്ചാത്തലത്തെക്കുറിച്ചും അവരുടെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങളെക്കുറിച്ചും CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ചില രീതികളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നാട്ടുകാർക്കിടയിലുള്ള സ്വീകാര്യത എന്താണ് എന്നതിൻ്റെ ചില വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ വീഡിയോ ഒരല്പം ദൈർഘ്യം നീളും, കാരണം നാട്ടുകാരുടെ അഭിപ്രായം തന്നെ ഒരു 10-12 മിനിറ്റുണ്ട് വീഡിയോ. ആദ്യം ഞാൻ അവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സീനാദേവിയുടെ പോസ്റ്റാണ്. ആഗസ്റ്റ് 31-ാം തീയതി ഇട്ടാണ്. വളരെ സുദീർഘമായൊരു പോസ്റ്റാണ്. ഈ സീനാദേവിയെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സീനാദേവി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സീനാദേവി. CPIയുടെ ബാഡ്ജൊക്കെ ചുവന്ന റിബണും ഒക്കെ കഴുത്തിലുണ്ട്. സീനാദേവി ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ശ്രീനാദേവി ഇട്ടിട്ടുള്ള പോസ്റ്റ് ആദ്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം വിഷയത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും എനിക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒരു പ്രമുഖ ചാനലിനോടും മാധ്യമ സുഹൃത്തുക്കളോടും പറയാനുള്ളത്: ഞാൻ സീനാദേവി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അടൂരുള്ള വീട് നിൽക്കുന്ന പ്രദേശത്തെ ജനപ്രതിനിധിയുമാണ്. അതായത് രാഹുൽ അവിടുത്തെ വോട്ടറാണെന്ന് നടത്തും. ഒരു പക്ഷേ രാഹുൽ ഇവർക്ക് വോട്ട് ചെയ്യാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ, UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും രാഹുലിൻ്റെ വോട്ട് ശ്രീനയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ച് പാലക്കാട് ശ്രീനയ്ക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ ശ്രീനയുടെ വോട്ട് രാഹുലിനും കിട്ടുമായിരുന്നു എന്നാണ് സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത്. പാലക്കാട് MLA ഓക്കെ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രമുഖ ചാനലിലെ വനിതാ റിപ്പോർട്ടർ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. ചാനൽ ഏതാണ്, വനിതാ റിപ്പോർട്ടർ ഏതാണെന്നൊന്നും പറയുന്നില്ല. വാലും തുമ്പില്ലാത്ത പോസ്റ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എനിക്ക് നേരിട്ട ദുരനുഭവം പത്തനംതിട്ടയിലെ കുറച്ച് മാധ്യമപ്രവർത്തകർ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ആരാണിത് പറഞ്ഞത് എന്ന് ചോദിച്ച എന്നോട്, പേടിക്കണ്ട, മൊത്തത്തിൽ എല്ലാ മാധ്യമപ്രവർത്തകരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരം തുടരുകയായിരുന്നു. ഞാൻ രാഹുലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നും കേട്ടതായി പറഞ്ഞു. പരാതി ഉള്ളത് ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്നും. ഓക്കെ, ഇവർ മാധ്യമപ്രവർത്തകയുടെ പേരോ ചാനലിൻ്റെ പേരോ പറയുന്നില്ല. അത് പറയാതെ ഇരുന്നിട്ട് ഇവർ പറയുന്നത് അവരോട് ഇങ്ങനെ പരാതി പറഞ്ഞ ആൾക്കാരുടെ പേരെന്താ, ആരാണ്, എന്താണ് പറഞ്ഞതെന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിറ്റി അതിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്, അതിനകത്ത് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അടുത്ത പാരഗ്രാഫിലേക്ക്: എന്നോട് ഏറെ സൗഹൃദത്തോടെ അത്രയും നേരം സംസാരിച്ച മാധ്യമപ്രവർത്തകരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് ആ പ്രമുഖ ചാനലിനോടാണ് അവരോട് പറയുകയാണ്, എന്തു തോന്നുന്നു നിങ്ങൾക്ക് ഇത്തരം മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച്? എനിക്ക് യാതൊരു പരാതിയും ഉന്നയിക്കാനില്ലാതിരിക്കെ കേട്ടുകേൾവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ചു വരുന്നത് ശരിയായ മാധ്യമപ്രവർത്തന ശൈലിയല്ല. പിന്നെ ഏതാണ് ശരിയായ മാധ്യമപ്രവർത്തന ശൈലി എന്നുകൂടി ഈ മഹതി ഉപദേശിച്ചാൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ മീഡിയ എത്തിക്സിനെ കുറിച്ച്, ജേർണലിസം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിസിറ്റിംഗ് പ്രൊഫസറായിട്ടെങ്കിലും കേരളത്തിലെ MCJ കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ പ്രസ് അക്കാദമിയുടെ PG ഡിപ്ലോമ ജേർണലിസം കോഴ്സുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ വിളിക്കേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. കാരണം മാധ്യമപ്രവർത്തന ശൈലിയിൽ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് ആധികാരികമായി ക്ലാസ് എടുക്കാൻ കെൽപ്പുള്ള ഒരാളാണ് എന്ന് ബോധ്യപ്പെടുന്നു എനിക്കിപ്പം. സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു. നിങ്ങൾ ഇരയാണ്, ഞങ്ങൾ സംരക്ഷകരാണ് എന്ന് പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രൊട്ടക്ടറായി മാറരുത്. 24/7 വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇവർക്ക് ഇത്രയും മനോഹരമായ ഭാഷ ബാക്കി പോസ്റ്റുകളിലില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിലേക്ക് ഞാൻ വരാം. നിങ്ങൾക്ക് ആരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം നൽകിയത്?
പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ലേ എന്ന ചോദ്യം ഉയർത്തി ശല്യം ചെയ്യുന്ന, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. കാരണം ഇനിയിപ്പോൾ ഏത് ചാനലാണെങ്കിലും അവർ പത്തനംതിട്ട ജില്ലയിൽ ഒരുപാട് വനിതാ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വേറെയുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പിന്നാലെ പോയോ? ഒരുപാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, 100 കണക്കിന് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ഡസൺ കണക്കിന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് വനിതകൾ. എല്ലാ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരുപാട് യുവ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് യുവജന രാഷ്ട്രീയം തൊട്ടുള്ള ഒരുപാട് വനിതാ രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്. കോൺഗ്രസിലും ലീഗ് അവിടെ കാര്യമായിട്ടില്ല, BJPയിലും CPMലും CPIയിലും ഒക്കെ. അവർക്ക് ആർക്കെങ്കിലും ഇത്തരം ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ചു നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത്. ദുരാരോപണങ്ങൾ എന്നാണ് പറയുന്നത്. ഇവരോട് ചോദിച്ചു നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ഇനി ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്താ തെറ്റ് എന്നുള്ളതാണ്. അപ്പം ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. തെറ്റായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം ദുരാരോപണങ്ങളാണ് എന്ന് ഭംഗ്യന്തരേണ അവരോട് പറഞ്ഞു വെക്കാൻ സമർത്ഥിക്കുന്നത് സാധാരണ മലയാളിക്ക് മനസ്സിലാവും. അത് CPIയുടെ പ്രതിനിധി ചെയ്യേണ്ടുന്ന പണിയാണോ രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കൽ എന്നുള്ളത് കൂടി വരേണ്ടതാണ്. മാത്രമല്ല, അടുത്തിടെ പല ചാനലുകളിലും പുറത്തു വന്ന ശബ്ദരേഖകൾ ഉൾപ്പെടെ ഞാനുൾപ്പെടെ ഡിഫാമേഷൻ കേസ് കൊടുക്കാനും അതേപോലെ തന്നെ പരസ്യ സംവാദത്തിനും ഇത് നിഷേധിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ളവർ, മുതിർന്ന മാധ്യമപ്രവർത്തകർ. ഞാനൊന്നുമല്ല, ലോകത്തിൻ്റെ ചെറിയ കോണിൽ ജീവിക്കുന്ന ചെറിയ മനുഷ്യനാണ്. അതുപോലും സ്വീകരിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല. രാഹുലിന് ചിലതിൻ്റെ ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, രാഹുലിൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അവർ രാഹുലൊക്കെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഇവർ പറയുന്നത് നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമത്തിന് മുമ്പിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, ഓക്കെ ഫൈൻ. പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമ പ്രവർത്തക സെക്ഷൽ ഹരാസ്മെൻറ്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു. അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടേണ്ടതല്ലേ? ഏതാണ് ആ മാധ്യമ പ്രവർത്തക? സെക്ഷൽ ഹരാസ്മെൻറ്റിന് നേരിടേണ്ടി വന്ന മാധ്യമ പ്രവർത്തക എന്നുകൂടി അവർ പറയേണ്ടതാണ്. എൻ്റെ പിന്നാലെ വന്ന നേരത്ത് പ്രമുഖ ചാനലിന് ആ മാധ്യമ പ്രവർത്തകയെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാമായിരുന്നില്ലേ? ഒരു പരാതി നൽകാൻ പിന്തുണയ്ക്കാമായിരുന്നില്ലേ? ആരോപണ വിധേയനെ മാധ്യമ വിചാരണ ചെയ്യാമായിരുന്നില്ലേ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലാതെ നേരിട്ട ദുരനുഭവം ഉറക്കെ പറയുവാൻ കരുത്ത് നൽകാമായിരുന്നില്ലേ? നിയമനീതി വ്യവസ്ഥകളെ കാറ്റിൽ പറത്താൻ തക്ക ത്രാണിയുള്ള നിങ്ങളുടെ മാധ്യമ കണ്ണിൽ പൊടിക്കാറ്റ് ആഞ്ഞു വീശാമായിരുന്നില്ലേ? വളരെ മനോഹരമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ബാക്കിയുള്ള പോസ്റ്റുകളുടെ ഭാഷ കൂടി നമുക്ക് ചേർത്ത് പരിശോധിക്കാം. എൻ്റെ പിന്നാലെ വന്ന നേരത്തിൻ്റെ നാമമാത്രം സമയം മതിയായിരുന്നുവല്ലോ ആ ഉമ്മറപ്പടി കടന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാൻ. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ക്ലാസിക്കൽ ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിലെ എല്ലാവരുടെയും പിന്നാലെ ഓടിക്കുഴിയുന്ന ഈ പ്രമുഖ ചാനൽ വല്ലപ്പോഴും സ്വന്തം അകത്തളങ്ങൾ ഒന്ന് തൂത്തു വൃത്തിയാക്കുന്നത് നല്ലതാണ്. അനീതിയുടെ കോഴിപ്പങ്ക് പറ്റി സഹപ്രവർത്തകരുടെ അഭിമാനത്തിന് വില പറഞ്ഞവർക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് അല്ലാതെ 24/7 സ്ക്രോളിംഗ് ന്യൂസ് ഇല്ലാതെ കാട്ടുന്ന ഈ സ്യൂഡോ സ്ത്രീ സംരക്ഷണ ത്വര ചില മാധ്യമങ്ങളുടെ കാപട്യം തുറന്നു കാട്ടുന്നതാണ്. ഈ പ്രമുഖ ചാനൽ എന്നോട് കാട്ടിയ ഈ കെയർ ഏട്ടൻ സ്നേഹം ആ ഓഫീസ് മുറിയിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നും തുടങ്ങട്ടെ. എല്ലാവരും അറിഞ്ഞു എന്ന് വിഷമിക്കേണ്ട എന്ന് എന്നെ ആശ്വസിപ്പിച്ചപ്പോൾ, എനിക്ക് ദുരനുഭവം ഉണ്ടായി എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അഭിമാനത്തിനേറ്റ മുറിവ് നിങ്ങളുടെ മഞ്ഞപ്പത്രത്തിൽ പൊതിഞ്ഞാൽ ഉണങ്ങുകയില്ല. അവിടെയും ഭാഷ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ഗൂഢാലോചന അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ജെനുവിൻ പരാതി ഉള്ളവർ മുന്നോട്ട് വരട്ടെ, വാർത്തകൾ സൃഷ്ടിക്കട്ടെ. അതല്ലാതെ ഓരോ വ്യക്തിയെയും അന്വേഷിച്ച് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാധ്യമ പ്രവർത്തന രീതി ശരിയായി തോന്നുന്നില്ല. പരാതിക്കാരെ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പരാതിക്കാരെ സൃഷ്ടിക്കുന്നവർക്കെതിരെ കൂടി അന്വേഷണം നടത്തണം. നിരപരാധികളെ അപമാനിക്കാൻ ശ്രമിക്കരുത്. ഭരണമുന്നണിയിലെ ഒരു ഘടകകക്ഷി 4 മന്ത്രിമാരുള്ള ഘടകകക്ഷിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പറയുകയാണ് ക്രൈംബ്രാഞ്ചിന് എങ്ങനെ അന്വേഷണം നടത്തുന്നുള്ളതും കൂടി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തന ശൈലി പിന്തുണച്ചാൽ നാളെ ഇവർ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ വ്യക്തി താല്പര്യ അജണ്ടകൾക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വേണ്ടപ്പെട്ടവരും വേട്ടയാടപ്പെടും. പരാതിക്കാരെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ക്രിമിനൽ നെട്ടോട്ടം മാധ്യമ ധർമ്മമല്ല. ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് വന്ന കമൻറ്റുകൾ ഞാൻ കാണിക്കുക, അവരൊന്നും കൂടി കാണിക്കുക. അവിടെ അതിൽ വന്നിട്ടുള്ള ലൈക്കും ഷെയറും 2300 കമൻറ്റ്, 6400 ഷെയർ, 9700 ലൈക്ക്. നോക്കിക്കോളൂ. ഈ ഫോട്ടോ ഞാൻ കാണിക്കുന്നത് നിയമവിരുദ്ധമൊന്നുമല്ല, കാരണം അവരവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളതാണ്. ലൈക്ക് ഷെയർ കാണിക്കാനാണ് ഈ ഭാഗത്ത് വീണ്ടും കാണിക്കുന്നത്.
പിന്നെ ഇവരെ ഫോട്ടോ പബ്ലിക് ഡൊമൈനിൽ ഒത്തിരി ഉള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. 9700 ലൈക്ക്, 2300 കമൻറ്റ്, 6400 ഷെയർ. ഇനി ഇവരുടെ അതിനകത്ത് വന്നിട്ടുള്ള കമൻറ്റ് പിന്നെ ശ്രദ്ധിക്കണം. നിയാസ് മലബാറി കുലംകുത്തി ഈ ഘട്ടത്തിലാണോ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്? പിന്നെ ആ കരുതൽ കാണാതെ പോകരുത് CPIയുടെ ആ നാട്ടിലെയും ജനങ്ങൾ. കമൻറ്റുകളൊക്കെ വളരെ രസകരമാണ്. കാരണം ഇത്രയും പിന്നെ നൈസായി മാധ്യമത്തെ ചാരി രാഹുൽ മാങ്കൂട്ടം എന്ന പെർവർട്ടിനെ വെളുപ്പിക്കാനുള്ള അടുത്ത PR ശ്രമം അത് CPIയിൽ നിന്ന് തന്നെ ആകുന്നത് കഷ്ടമെന്നേ പറയാനുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ തെളിവുകൾ അടക്കം പുറത്തു വന്നതാണ്. ഇരിയോട് സംസാരിച്ച മാധ്യമപ്രവർത്തകർ സാക്ഷ്യം പറഞ്ഞതാണ്. എന്നിട്ട് മാധ്യമങ്ങളെ വിമർശിക്കുന്നു എന്ന വ്യാജേന ആ പെർവർട്ടിനെ പൊട്ടിയടിക്കാനുള്ള ശ്രമം ആരും തിരിച്ചറിയില്ല എന്ന് കരുതരുത്. താങ്കൾക്ക് മാധ്യമങ്ങളോട് വിമർശനമുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ കൂടി ഇതെല്ലാം അജണ്ടയാണെന്നാണ് സംശയം, നിരപരാധികളെ അപമാനിക്കരുത് തുടങ്ങിയ മാധ്യമങ്ങളോട് വാട്ടബോട്ടറി ഒക്കെ പറഞ്ഞ് വേട്ടക്കാരനെ വെളുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു പൊട്ടിയടിക്കൽ നടക്കണ്ടേ. ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പറ്റിയ കക്ഷിയാണ്. നന്നായിട്ട് ഫേഷ്യൽ ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓക്കെ, എന്തായിരുന്നാലും ഇനി ഞാൻ അതിൻ്റെ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഇനി ഇവരെ പ്രൊഫൈലിൽ നിന്ന് എടുക്കാം. പ്രൊഫൈലിൽ നിന്ന് എടുത്തിട്ട് ഇവരിലേക്ക് വരുന്നുണ്ട്. ഇവരെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നുണ്ട്. പ്രൊഫൈലിൽ നിന്ന് എടുക്കാം. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്ത് നിയമ നടപടി വന്നാലും അതെടുക്കാം. ഇതാണ് അവരുടെ പേജിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ. ആ പ്രൊഫൈൽ ഫോട്ടോയ്ക്കുള്ളത് വെറും 1K ലൈക്കാണ് ഉള്ളത്, 80 കമൻറ്റും, ഷെയറേ ഇല്ല. അവർ ബിനോയ് വിശ്വം തുടരും 12 സെപ്റ്റംബർ 12-ാം തീയതി, ഇതിനുശേഷം 12 ദിവസങ്ങൾക്ക് ശേഷം ബിനോയ് വിശ്വം തുടരും എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിന് 45 ലൈക്കും 6 കമൻറ്റും മാത്രമാണ്. സെപ്റ്റംബർ 5 അവരിട്ട ഓണാശംസകൾ എന്ന പോസ്റ്റിന് കിട്ടിയത് 89 ലൈക്കും 20 കമൻറ്റും മാത്രമാണ്. പക്ഷെ മറ്റേതിന് 9700 ലൈക്ക്, 2300 കമൻറ്റ്, 6400 ഷെയർ. ആലോചിച്ച് നോക്കൂ. പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ട് 16 ആഗസ്റ്റിനിട്ടതാണ്. ചിറ്റയം നയിക്കും എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവരിട്ടിട്ടുള്ള പോസ്റ്റ് ഉണ്ട്. അഭിവാദ്യങ്ങൾ, ചിറ്റയം നയിക്കും. 95 ലൈക്കും 10 കമൻറ്റുമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ചേട്ടൻ PR വർക്ക് നടത്തുന്നതിന് വിദഗ്ധനാണ്. ചേട്ടനും മറ്റേ കാക്കയും രണ്ടുപേരും തെക്കുന്നുള്ള ചേട്ടനും വടക്കുന്നുള്ള കാക്കയും രണ്ടുപേരും PR വർക്കിൽ ഇരുന്നിട്ട് ആൾക്കാരെ നിർത്തി ഇങ്ങനെ കൂലിക്ക് ലൈക്ക് എടുപ്പിക്കുക, ഷെയർ ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് മുമ്പ് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം, ഇവരുമായിട്ട് ഇവരെക്കുറിച്ച് നാട്ടുകാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കുന്നതിന് മുമ്പ് ഇവരെക്കുറിച്ച് പറഞ്ഞുതരാം. CPIയുടെ ഈ ശ്രീനാദേവി എന്ന് പറയുന്ന ആ വ്യക്തി, അത് പിന്നെ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലക്കാരിയാണ്. കൊല്ലം അതിർത്തി പ്രദേശത്താണ്, കൊല്ലം ജില്ലയിലാണ് വരുന്നത്. ബന്ധു വീട്ടിലെ കെയർ ഓഫിലാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തതുള്ളതെന്നുള്ള ഒരു ആരോപണം നിലവിലുണ്ട്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്, വിദ്യാഭ്യാസമുണ്ട്, പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇവരെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ട് അന്ന് ജില്ലാ സെക്രട്ടറി AP ജയനാണ് CPIയുടെ.
ഈ APJN ഒക്കെ താല്പര്യപ്രകാരം അങ്ങനെയാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നതും വിജയിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ പിന്നീട് ഇവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത സുഹൃത്തായിട്ട് മാറുന്നു. അടുത്ത രാഹുൽ മാങ്കൂട്ടവുമായിട്ട് നല്ല കമ്പനിയാവുന്നു. ആ സൗഹൃദത്തെക്കുറിച്ച് പാർട്ടിക്കകത്ത് എതിരഭിപ്രായം ഉണ്ടാവുന്നു. ആ സമയത്ത് പിന്നെ ജില്ലാ പഞ്ചായത്ത് 2020 ഡിസംബർ മാസത്തിലാണ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള ഇലക്ഷൻ വരുന്നത്. 2020 അവസാനം 2021 തുടക്കത്തോടു കൂടിയിട്ടാണ് വിവിധ പിന്നെ പഞ്ചായത്തുകളുടെയും ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും ജില്ലാ പഞ്ചായത്തുകളുടെയൊക്കെ അധ്യക്ഷ, ഉപാധ്യക്ഷ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 2 വർഷം CPM-ന്, ആദ്യത്തെ 2 വർഷം CPM-നുള്ള ടൈമും പത്തനംതിട്ട ജില്ലയിൽ, പിന്നെ രണ്ടാമത്തെ 2 വർഷം CPI-ക്കുള്ള ടൈമും, അവസാനത്തെ 1 വർഷം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് എന്നുള്ളതാണ് തീരുമാനിച്ചത്. അങ്ങനെ ആദ്യം CPM-ന്റെ പ്രതിനിധിയായിട്ട് ഓമല്ലൂർ ശങ്കരൻ പ്രസിഡന്റ് ആവുന്നു. പക്ഷെ അതിനിടയിൽ ഇവർ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഈ അമിത സൗഹൃദം കാരണം CPI-ക്കകത്ത് എതിരഭിപ്രായങ്ങൾ ഉയരുകയും ഇവർ പ്രസിഡന്റ് ആവുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിരുന്നു രണ്ടാമത് കിട്ടുന്ന 2 വർഷം. അങ്ങനെ 2024 തുടക്കം തൊട്ട് 25 തുടക്കം വരെയുള്ള, അല്ലെങ്കിൽ 23 അവസാനം തൊട്ട് 24 അവസാനം വരെയുള്ള 2 വർഷക്കാലം ഇവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചപ്പം ഈ ഒരു സൗഹൃദം വലിയ ചർച്ചയാവുകയും അങ്ങനെ ഇവരെ മാറ്റി രാജീവ് പി രാജപ്പൻ എന്ന് തന്നെയാണ് തോന്നുന്ന പേര്, അങ്ങനെ പിന്നെ അവർ പ്രസിഡന്റ് ആവുകയും ചെയ്യുമ്പം അതോടുകൂടിയിട്ട് ഇവർക്ക് ശത്രുത ആരംഭിക്കുന്നുണ്ട്. മാത്രമല്ല ഇവരും രാഹുലും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിനകത്ത് പിന്നെ മറ്റു ചില ഉറപ്പുകൾ രാഹുൽ ഇവർക്ക് നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ വസ്തുത എനിക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാനതൊരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നില്ല. എന്നാൽ ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്നെ ഈ നമ്മുടെ ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജയൻ, AP ജയൻ നിങ്ങളെക്കുറിച്ച് ഇവരെക്കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ ഇവരെടുത്ത് പറഞ്ഞുവെന്നും, അതുകൊണ്ട് ആ സൗഹൃദത്തിൽ നിന്ന് അബന്ധം എന്ന് ഞാൻ പറയുന്നില്ല, സൗഹൃദം എന്ന വാക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. സൗഹൃദം എവിടെ തൊട്ട് എവിടം വരെ ആകാം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കേണ്ടതാണ്. സൗഹൃദം പലതരത്തിലുണ്ടാവാം. എന്തായിരുന്നാലും ആ സൗഹൃദത്തിൽ നിന്ന് പിന്നെ അത് പിന്നെ മുമ്പ് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തില്ല എന്ന രീതിയിലേക്ക് ഇവർക്കിടയിൽ ടേംസ് തെറ്റുന്നു എന്നൊക്കെയുള്ളതാണ് CPI-ക്കാർ പറയുന്നത്. അത് അതേപടി ഞാൻ വിഴുങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, അതേപടി ഞാനത് വിശ്വസിക്കാനും താല്പര്യപ്പെടുന്നില്ല. കാരണം അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാതെ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞപ്പോൾ ഇവരോട് ഒരു പിന്നെ വേറെ രീതിയിൽ ഇവരെ ഒരു പിഴയായോ അല്ലെങ്കിൽ പോക്കി കേസായോ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന JP ജയൻ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ എന്നോട് ചെയ്താലും എനിക്ക് പ്രതികാര ബുദ്ധി ഉണ്ടാവും. അങ്ങനെ ഇവർ പിന്നെ AP ജയനെതിരെ ഞാൻ നിസ്സഹായനാണ് എന്ന രീതിയിലേക്ക് രാഹുൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ AP ജയനോട് ഇവർക്ക് പ്രതികാരം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. AP ജയൻ അനധികൃതമായി സാമ്പത്തികമായ നേട്ടമുണ്ടാക്കിയെന്ന് സ്വത്ത് സമ്പാദനം പാർട്ടിയുടെ പിന്നെ ഭാരവാഹിത്വം വെച്ചുകൊണ്ട് നടത്തിയെന്ന് പറഞ്ഞ രീതിയിൽ സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റിക്കും പരാതി പോകുന്നു. സത്യത്തിൽ AP ജയൻ വഴിവിട്ട മാർഗത്തിൽ അങ്ങനെ പണം ഉണ്ടാക്കിയ ആളല്ല. അദ്ദേഹം സാമ്പത്തികമായിട്ട് ശേഷിയൊക്കെ കൈവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഫർണിച്ചർ ബിസിനസ് തുടങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്ക് വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അത്തരം ഒരുപാട് പിന്നെ ഔട്ട്ലെറ്റുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടേക്കുള്ള സപ്ലൈ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഫർണിച്ചർ യൂണിറ്റിൽ നിന്ന് പോകുന്നു. അങ്ങനെ അദ്ദേഹം ഫിനാൻഷ്യലി സൗണ്ട് ആവുന്നു. അദ്ദേഹത്തിൻ്റെ മകളെ കെട്ടിച്ചു വിട്ടത് നല്ല രീതിയിൽ തന്നെയാണ്. ഈ മരുമകൻ പിന്നെ SBI-യിൽ നിന്നാണെന്ന് തോന്നുന്നു, മരുമകനും സുഹൃത്തുക്കളും ചേർന്ന് ലോൺ എടുത്തുകൊണ്ടൊരു ഫാം തുടങ്ങുന്നു, ഒരു പശുഫാമും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. പക്ഷെ അതിനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഇദ്ദേഹം രാജിവെക്കുന്നു, ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. അങ്ങനെ പിന്നെ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രി പ്രസാദ് ഈ പിന്നെ പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുക്കുന്നു. എന്നാൽ പിന്നെ നടന്ന സമ്മേളനത്തിൽ പ്രസാദ് പരാജയപ്പെടുന്നു. ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള പാനലിൽ നിന്ന് പ്രസാദ് പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സ്ഥിതി. നിലവിലുള്ള സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് മാത്രമല്ല പാർട്ടിയുടെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ടിട്ട് പോലും AP ജയനെ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കന്മാർ വരെ നേരിട്ട് സന്ദർശിച്ച് അവരുടെ പാർട്ടിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും അതിന് വഴങ്ങാതെ കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായി തുടരാനാണ്. തനിക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിലും, തനിക്ക് സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും, തനിക്കൊരു പദവി ഇല്ലെങ്കിലും, താൻ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ മാത്രമുള്ള ബ്രാഞ്ചിൽ മാത്രമുള്ള ആളാണെങ്കിലും, താൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ലെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് ഈ ചെങ്കുടി തന്നെ കയ്യിൽ പിടിച്ചു പോകണം എന്ന തീരുമാനത്തിൽ നിന്ന പിന്നെ AP ജയൻ ഇക്കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ 15 പിന്നെ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നായിട്ടുള്ള 15ആണെന്ന് തോന്നുന്നു അവിടുത്തെ മണ്ഡലം കമ്മിറ്റികളുടെ എണ്ണം, 8ഓളം മണ്ഡലം കമ്മിറ്റികളുടെ ചർച്ചയ്ക്കകത്ത് വളരെ രൂക്ഷമായി AP ജയനെ തിരിച്ച് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെടുകയും അങ്ങനെ സമ്മേളനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടുന്നൊരു സാഹചര്യം വരികയും അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിൽ
ഇദ്ദേഹത്തെ ജില്ലാ കമ്മിറ്റിയിലേക്ക്, ജില്ലാ കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. പിന്നെ ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള പോസ്റ്റുകൾക്കൊക്കെ 50-84 ലൈക്കാണ്. ഇതിന് 10,000-നടുത്ത് ലൈക്ക്, 12,500 പിന്നെ ഷെയർ, കമൻറ്റ് ഒക്കെ വരിക. അത് ഈ PR ടീമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അല്ലാതെ വെറുതെ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ടാകുകയല്ലേ. സായിബാബയെ പണ്ട് പിന്നെ വിഭൂതി എടുക്കുകയും മാലെടുക്കുകയൊക്കെ ചെയ്താൽ മറ്റുള്ള മാജിക്കാണ് നടത്തിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതൊന്നും ബാക്കിയുള്ള പൊട്ടന്മാരാണെന്ന് കരുതരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന അറിവ് ശരിയാണെങ്കിൽ ഇവർക്ക് ഇതിന് പ്രത്യുപകാരമായി കൊട്ടാരക്കരയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്താം എന്ന് വാഗ്ദാനം നൽകി എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന്, കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ പറ്റിയിട്ടുണ്ട്. CPIയുടെ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, കോൺഗ്രസിൻ്റെ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ അവരിതിൽ എന്നെ ചലഞ്ച് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പുള്ളൗട്ട് ചെയ്യും. ഞാൻ എല്ലായിടത്തും ത്രെട്ട് വെക്കലിൻ്റെ കാരണം അതാണ്. ഒരുപാട് സൈക്കിൾ എടുത്ത് പുറകെ കൊള്ളാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ചൊറിയാൻ വന്നിട്ടില്ലെങ്കിൽ അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് മല്ലയുടെ വിടും, നൈസായിട്ട് വിടും. അതല്ല കയറി മാന്തിയെ തീരുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കും. അതിനുള്ള എല്ലാ ശേഷിയും നിലവിൽ വെച്ചിട്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തനം നടത്താൻ നിങ്ങൾ കരുതുന്ന പോലെ എല്ലാ സ്ഥലത്തും ഒബിവാനോ, എല്ലാ സ്ഥലത്തും ബ്യൂറോയോ ഒന്നും വേണ്ട. ഈ ആധുനിക കാലഘട്ടത്തിൽ കണക്ഷൻസ് മാത്രം മതി, ക്രെഡിബിൾ ആയിട്ടുള്ള ലിങ്കുകൾ മാത്രം മതി. അത് നിന്നുകൊണ്ട് നമ്മളിൽ ഒരു വിശ്വാസം മനുഷ്യർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ നമുക്ക് ഇൻഫർമേഷൻ തരും. അത് മനസ്സിലാക്കുക ആദ്യം. ഇത് വെറുതെ പിന്നെ അത് ഇവിടെ നിന്ന് ചെയ്യണമെന്നില്ല, വിദേശത്തിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കേരളത്തിലെ മുക്കിലും മൂലയിലും നമുക്ക് അതിന് പറ്റുന്ന ഇൻഫർമേഷൻ തരാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ എവിടെ ഇരുന്നില്ല, അമേരിക്കയിൽ നിന്നിട്ട് ചെയ്യാം. സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഇല്ല, പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിൽ ഇരുന്ന് ചെയ്യാം, ബഹിരാകാശത്ത് പോയിട്ട്. സുനിത വില്യംസൊക്കെ ഇനി പോകുമ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റുമെന്ന് ആലോചിക്കണം എന്തായാലും. അത് കൊട്ടാരക്കര സീറ്റ് ഓഫർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയുന്നത്. കൊട്ടാരക്കര സീറ്റ് കോൺഗ്രസിൻ്റെ പിന്നെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ തവണ കുറേ വർഷം ഐഷ പോറ്റിയായിരുന്നു. അതിന് മുമ്പ് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള ഗ്രൂപ്പിനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ബാലകൃഷ്ണപിള്ള പിന്നീട് പരാജയപ്പെട്ടപ്പോൾ അവർ പിന്നെ LDFൻ്റെ ഭാഗമായി മാറുകയും ചെയ്തപ്പോൾ പത്തനാപുരം സീറ്റ് മാത്രമാണ് പിള്ള ഗ്രൂപ്പിനുള്ളത്. കൊട്ടാരക്കര സീറ്റിൽ ഐഷ പോറ്റി നല്ല ഭൂരിപക്ഷത്തിന് പലവട്ടം വിജയിച്ചതാണ്. കഴിഞ്ഞ തവണ KN ബാലഗോപാൽ ഏകദേശം 10,000-ഓളം വോട്ടിനോട് ജയിച്ചതെന്ന് തോന്നുന്നു. അതും രശ്മി എന്ന് പറയുന്ന കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ മത്സരിച്ച് വിജയിച്ച പിന്നെ നാട്ടുപുറത്തുകാരിയായിട്ടുള്ള യുവതിയാണ് നിർത്തിയത്. അവിടെ വീണ്ടും രശ്മി തന്നെ വരാനാണ് സാധ്യത. ഇനി രശ്മി വന്നാലും ഇല്ലെങ്കിലും ഈ പിന്നെ ശ്രീനാഥ് ദേവി വരണോ വേണ്ടയോ എന്നുള്ളതൊക്കെ, പിന്നെ ശ്രീനാഥ് ദേവി വരില്ല എന്ന കാര്യം ഞാനിപ്പോൾ മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അതിനുള്ള ശേഷിയൊക്കെ ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനും അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ശ്രീനാഥ് ദേവി അത് വിശ്വസിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അപകടത്തിൽ പോയി ചാടരുത് എന്ന രീതിയിൽ ഒരു സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ഉപദേശിക്കുകയാണ്. അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, AP ജയൻ പിന്നെ ഇവരെക്കുറിച്ച് മോശമായ രീതിയിൽ പറഞ്ഞിട്ടാണ് പിന്നെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് രാഹുൽ പിൻവാങ്ങിയതെന്ന് പറഞ്ഞാൽ AP ജയനും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ അങ്ങനെ ഒരു സൗഹൃദമില്ല. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒക്കെ ആവുന്നതിന് മുമ്പാണ് AP ജയൻ്റെ അമ്മ മരിക്കുന്ന സമയത്തെന്ന് തോന്നുന്നു. ആ സമയത്ത് ജയേട്ട എന്ന് പറഞ്ഞ് കയ്യിലൊന്ന് പിടിച്ച ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. അതിനപ്പുറത്ത് ആഴമേറിയ ഒരു ബന്ധം AP ജയനുമായിട്ട് അവർക്കില്ല, അദ്ദേഹത്തിനില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയമുള്ള ഒരു മനുഷ്യനെ 45 വർഷത്തെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ കരിയറിലാണ് കരിനടലിൽ വീഴ്ത്തിയതും കരിയോയിൽ ഒഴിച്ചതും അദ്ദേഹത്തെയാണ് അപമാനിച്ചതും അദ്ദേഹത്തെയാണ് ക്രൂശിച്ചതും എന്ന ഒരു ഉത്തമ ബോധ്യം ഇവർക്കുണ്ടാവണം. പരാതികൾ കൊടുക്കുന്നവർക്കൊക്കെ ഉണ്ടാവണം. ഇനി നാട്ടുകാർ പ്രതികരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിനകത്ത്. നാട്ടുകാർ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രതികരണമൊന്നുമല്ല നാട്ടുകാർ പ്രതികരിക്കുന്നത്. നാട്ടുകാർ ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് ജീവിതം മടുത്തിരിക്കുവാണ്, ഞങ്ങളുടെ ആത്മഹത്യയിലെ വക്കിലേക്ക് എത്തിയിരിക്കുവാണ്, ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. പേടിച്ച് ഭയന്ന് വിറച്ച് കിടന്നിരുന്നു നേരം വിളിക്കുന്നവര്. ഞങ്ങളെ ബോംബിട്ട് കൊല്ലുവാന്നോ, ഞങ്ങളെ വെടിവെച്ച് കൊല്ലുവാന്നോ എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. പണത്തിന്റെ അഹങ്കാരവും രാഷ്ട്രീയത്തിന്റെ ഒരു പിൻബലവും അത് വെച്ചുള്ള ഒരു കളിയായി കളിക്കുന്നു. പോലീസ് സ്റ്റേഷൻ പോയി പറഞ്ഞിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടായില്ല. പിറ്റേ ദിവസം ഇവർ വീണ്ടും ദൂരം പൊട്ടിച്ച് പോലീസുകാരൊരു പേടിയില്ലാത്ത. രാത്രി കാലങ്ങളിൽ പിന്നെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് അടുത്തുള്ള വസ്തുവിനും വീടിനും ഒക്കെ എറിഞ്ഞ് അവരെ തുരത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ മോശമായ ഒരു രീതിയായി പോയി. ട്രൂ ലൈവ് കേട്ടോ. ട്രൂ ലൈവ് എന്ന് പറയുന്ന ചാനലാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ആ ചാനൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ അതിക്രമം കാരണം ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഭീതിയിലാണ്.
പ്രായമായ ഒരു അമ്മയും അച്ഛനും താമസിക്കുന്ന വീട് വഴിയടച്ചും സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ടാണ് ഈ നാട് മുഴുവൻ ഭയത്തിലാണ് ഇവർ കാരണം. പോലീസിൽ പരാതി കൊടുത്തിട്ടും യാതൊരുവിധ നടപടികളും ആകുന്നില്ല. ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങാൻ ഒരുങ്ങിയ നേരത്തിനാണ് ഈ സൗണ്ട് പെരയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന പോലുള്ള സൗണ്ട് കേട്ടത്. സൗണ്ട് കേട്ടപ്പോൾ ചാടി ഇറങ്ങിയപ്പോൾ അത് കുറേ ഇടം പൊട്ടി താപ്പോട്ട് വന്നു. അപ്പോഴത്തേന് അതിനകത്ത് തീ പോലെ കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങി വെളിയിൽ ചാടിയപ്പോഴത്തേന് ഇവിടെ വന്ന് ഇനി മേ കയറാനൊത്തില്ല. അപ്പോഴത്തേന് ഞങ്ങൾ വിളിച്ചപ്പോഴത്തേന് കൊച്ചുങ്ങൾ ഇറങ്ങി വന്നു. എന്തു വെച്ചാൽ അമ്മയെന്ന് ചോദിച്ചോളൂ. അന്നേരം ഞാൻ പറഞ്ഞു, കുഞ്ഞേ മക്കളെ തീ വീണ അവിടെ. അപ്പോൾ പിള്ളേർ അവിടെ നിന്നോണ്ട് നോക്കിയോ പെരയുടെ മണ്ടയ്ക്ക് തീ കത്തുന്ന അമ്മേ, എന്തുവാന്ന് അറിയത്തില്ല അമ്മേ, തീപ്പൊരി ഉണ്ട് വന്ന് വീണേ അമ്മേ, അവിടെ നിന്ന് എറിയുന്നുണ്ട്. ഇപ്പം ഈ കക്ഷികളെല്ലാം ഈ അരുവിന് നിപ്പുണ്ട്, ഈ 4 പേര് ഇവിടെ നിപ്പുണ്ട്. അന്നേരം ഞങ്ങൾ വിളിച്ചു പോയപ്പോഴത്തേന് നാട്ടുകാരെല്ലാം ഓടി വന്നതെന്ന് വെച്ചാൽ അവരെല്ലാം കൂടെ പറഞ്ഞു, അയ്യോ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടായിരുന്നു ഇങ്ങനെ ഏതാണ്ടൊന്നും മേളിൽ നിന്ന് താപ്പോട്ട് വന്ന് വീഴുന്നേ. പിന്നെ ഞങ്ങളിത് കണ്ടോണ്ട് നിൽക്കുകയും ഒരു 50 എണ്ണം പിന്നെ തൊഴുതുര പൊട്ടിച്ചെറിഞ്ഞു തുടങ്ങി. മേപ്പോട്ടും താപ്പോട്ടും ഒക്കെ എറിഞ്ഞു. അങ്ങനെ ഒരെണ്ണം വന്നില്ല, ജനലേ വീണ് ഞങ്ങൾ ഇവിടെ കിടന്ന് വിളിച്ചു. നാട്ടുകാരെല്ലാം ഓടി വിനു മെമ്പർ വന്ന് അങ്ങനെ തീയെല്ലാം അവരെല്ലാം കൂടെ അങ്ങ് അണച്ചും വെച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ വിനു മെമ്പർ ഒരുപാട് നേരം അയാളെ അസൗകര്യക്കേടും അസഭ്യങ്ങളും പറഞ്ഞ് അയാൾ അതെല്ലാം കേട്ടുകൊണ്ട് നിന്നേം വെച്ച് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ചരിയനെ എന്തുവായാലും നേരം എടുക്കട്ടെ അന്നേരം പറഞ്ഞ് അങ്ങ് പോവുകയും ചെയ്ത്. ഞങ്ങൾ അതിനകത്ത് കയറി കഥ അടച്ചങ്ങനെ കിടന്ന് പേടിച്ച് ഭയന്ന് വിറച്ച് കിടന്നിരുന്നു നേരം വെളുക്കുന്നവരെ. ഞങ്ങളെ ബോംബിട്ട് കൊല്ലുവാന്നോ ഞങ്ങളെ വെടിവെച്ച് കൊല്ലുവാന്നോ എന്തുവാന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ട് അന്ന് തൊട്ട് എൻ്റെ ശരീരം വരെ ഉണങ്ങിയിരിക്കുക. അത്രയ്ക്ക് ഞാൻ ഭയന്നു പോയി. വയ്യാത്ത ഒരു മനുഷ്യനെ മരിച്ചുകൊണ്ട് എങ്ങോട്ട് പോകാനാ രാത്രിയിലെന്ന് വിചാരിച്ച് ഇങ്ങനെ കടന്ന് ഇങ്ങനെ കയറി ഉളിയെ എടുക്കാനൊക്കുന്നില്ല, മരുന്നും എടുക്കാനൊക്കെ. അദ്ദേഹത്തെ അവിടെ അങ്ങോട്ട് ഇറക്കാനും ഒക്കാത്ത അവസ്ഥ, ആർക്കും ഒക്കത്തില്ല അവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ ഞങ്ങൾ ഭീകരാന്തരീക്ഷത്തിൽ ജീവിച്ചു പോകുക. ഇതുപോലെ ഉണ്ട പോലെ ഒരെണ്ണം ഇങ്ങനെ തീ പോലെ വന്ന് പെരയുടെ മണ്ടയ്ക്ക് അവിടെ വീണു. ഞങ്ങളെ ഓടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ട് നിന്നെ ഇവിടെ പൊറപ്പിക്കത്തില്ല, നിന്റെ എല്ലാത്തിനും ഞാൻ ഇവിടുന്ന് ഓടിക്കുമെന്ന് പറഞ്ഞിരിക്കുക. ജില്ലാ മെമ്പർ എന്ന സ്ഥാനത്തിലും അധികാരത്തിലുമാണ് ഈ കക്ഷി ഇങ്ങനെ പ്രയോഗിക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ടയിലെ പള്ളിക്കൽ ഡിവിഷനിലെ ജില്ലാ മെമ്പർ. ഞങ്ങളെ ഓടിക്കും. ഞങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട്, പാർട്ടിപരമായിട്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിന്നെ ഒന്നും ഇവിടെ പൊറപ്പിക്കത്തില്ല, നിന്നെ എല്ലാം നാട് കടത്തുമെന്നാണ് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വാർഡിലെ മെമ്പറും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റും കൂടിയാണ്. സോമപിള്ള ചേട്ടനെ എന്നെ വിളിച്ചിങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, നിന്നെ കൊടുന്ന് ഓടിക്കുന്നത് പ്രായമായ അമ്മമാരാ പറയണേ. അടുത്ത് പറയണത് അവിടുത്തെ ആ വാർഡിൻ്റെ മെമ്പർ, അവിടുത്തെ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോവാം. വീടിന്റെ ചുറ്റും പടക്കം സ്ഫോട സൗണ്ട് കേൾക്കുന്നുണ്ട്, ആ വീടിന്റെ മണ്ടയ്ക്ക് തീ കത്തുന്നു, എത്രയും പെട്ടെന്ന് ഓടി വരണമെന്നും പറയാണ് എന്നെ വിളിച്ചത്. അതനുസരിച്ച് ഞാൻ ഓടി ഇവിടെ എത്തിയപ്പോൾ ആ വീടിന്റെ മണ്ടയ്ക്ക് തീ കത്താണ്ടുകൊണ്ട് ആൾക്കാരെ കൊണ്ട് വെള്ളം കോരി ഒഴിപ്പിച്ച് തീ അണച്ചു. അവിടെ നിന്ന് മണ്ണൊക്കെ വാരി എറിഞ്ഞ് അങ്ങനെ പെട്ടെന്ന് തീ അണച്ചു. പക്ഷെ ഞാനത് അവരോട് എന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനു മര്യാദ, നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറല്ലേ, ആ പാവം പിടിച്ച മനുഷ്യൻ താമസിക്കുന്ന വീടിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ പടക്കം പൊട്ടിച്ചെറിയേണ്ട കേസുണ്ടോ എന്ന് ചോദിച്ചാൽ, എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടെ ഞാൻ RYF-ന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് താഴെയാണ്, ഞാൻ പറയുന്നത് നീ കേട്ടാമെന്ന് വളരെ ധാർഷ്ട്യമായിട്ടാണ് എന്നോട് സംസാരിച്ചത്. ആലോചിച്ച് നോക്കൂ, ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ആ വാർഡിൻ്റെ മെമ്പർ പോയിട്ട് ചോദിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഞാൻ പ്രോട്ടോക്കോൾ നിൻ്റെ മേലെയാണ്, എനിക്കിഷ്ടമുള്ള പോലെ ഈയോടെ. RYF എന്ന് പറഞ്ഞത് തെറ്റിപ്പോയത്. RYF RSPയുടെ യുവജന സംഘടനയാണ്. AYF ആണ് ഉദ്ദേശിച്ചത്, CPIയുടെ യുവജന സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് സ്ഥാനം. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ വലിയ മേലുള്ള സ്ഥാനം. അപ്പോൾ ഇവരൊക്കെ കേരളത്തിൽ പിന്നെ ബിജിമോളെ പോലെ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള MLA ആയിരുന്ന ബിജിമോളെ പോലെ, അല്ലെങ്കിൽ നമ്മളെ വൈക്കത്തു നിന്നുള്ള CK ആശയെ പോലെയൊക്കെ ഒരു MLA ആവുകയാണെങ്കിൽ CPIയുടെ, അതല്ലെങ്കിൽ ചടയമംഗലത്തു നിന്നുള്ള ചിഞ്ചുറാണിയെ പോലെ CPIയുടെ ഒരു മന്ത്രി ആവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇവിടെ. CPI പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ ആരംഭമാണിതൊക്കെ. ഇത് ബിനോയ് വിശ്വവും അതേപോലെ ബാക്കിയുള്ള പ്രസാദും ഒക്കെ പരിശോധിക്കേണ്ടതാണ്. നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന യുവതലമുറയിൽപ്പെട്ടവരുടെ വീഴ്ചകളെ കുറിച്ച്, അവരുടെ മൂല്യശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. എനിക്കറിയാം നിങ്ങളൊരു പക്ഷേ എനിക്കെതിരെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. ഞാനിപ്പോൾ എന്തായാലും ആ വെടി നിർത്തൽ പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. കാരണം പല സഖാക്കളും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അത് പുനരാരംഭിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അതിനൊന്നും എനിക്ക് വിരോധമൊന്നുമില്ല. അതിനാണ് നമ്മളടുത്ത് ഒരുപാട് സ്റ്റഫൊക്കെ ഉണ്ട്. പക്ഷെ പല സഖാക്കളും ഇടപെട്ട് അത്തരം ഇനിയൊരു ഫോളോ അപ്പ് വേണ്ട എന്ന് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് നിർത്തിയിരിക്കുക. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും CPI പോകുന്ന വഴി ശരിയല്ല എന്ന് വീണ്ടും നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യരുത്. മുന്നണിക്കകത്ത് നിന്നുകൊണ്ട്
ഒരു വേട്ടക്കാരന് വേണ്ടിയിട്ട് വക്കീലിൻ്റെ വേഷത്തിൽ ആരെയും സംസാരിക്കാൻ നിങ്ങളുടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെ അനുവദിക്കരുത്. പ്രോട്ടോക്കോള് എന്ത് പ്രോട്ടോക്കോൾ? ഇവിടുത്തെ പ്രോട്ടോക്കോൾ തലതിരിച്ചാക്കണം എന്നുള്ള അഭിപ്രായം. പ്രധാനമന്ത്രിയേക്കാൾ വലുതാക്കണം മുഖ്യമന്ത്രിയേക്കാൾ പ്രോട്ടോക്കോളിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരിക്കണം. അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിനാവണം. അതിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് വാർഡ് മെമ്പർക്കായിരിക്കണം. പ്രോട്ടോക്കോളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത് സാധാരണ വോട്ടർമാരായിരിക്കണം, ഈ നാട്ടിലെ സാധാരണ മനുഷ്യരായിരിക്കണം. കാരണം ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെ തന്നെ വരണം. പ്രോട്ടോക്കോൾ പ്രകാരം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏറ്റവും ആദരിക്കപ്പെടേണ്ടത് ഇവിടുത്തെ സാധാരണ മനുഷ്യരായിരിക്കണം, സാധാരണ പൗരന്മാരായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഈ അനാർക്കിസ്റ്റാണെന്നൊക്കെ പറയുന്ന ആൾക്കാരോട് പോയി പണിയാക്കാൻ പറയാം. പ്രോട്ടോക്കോള് ഞാൻ നേരത്തെ ഇതുപോലെ പരാതികളുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന സമയത്ത് ഇതുണ്ട്, അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ആ പ്ലാവിന്റെ ചുറ്റും ചുമന്ന പട്ടുമൊക്കെ എടുത്തൊരു വാള് കൈവച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി ആ പ്ലാവിന് ചുറ്റും ഒരു 4-5 വലത്ത് കറങ്ങുന്ന ഒരു ശീലം ഇവർക്കുണ്ട്. പക്ഷെ അത് ഞാനത് തിരക്കിയപ്പം AYFന്റെ നേതാക്കന്മാർ ഒരാൾ പോലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളില്ല എന്നാണ് പല നേതാക്കന്മാരും എന്നോട് പറയുന്നത്. ഒരിക്കലും AYFന്റെ ഒരു അംഗം ഇത്തരത്തിൽ ഒരു അമ്പലത്തിൽ ഒരു പ്ലാവിന് ചുറ്റും വെച്ചാരാധന ഉണ്ടെന്ന രീതിയിൽ ഒരു 4-5 വലത്ത് കറങ്ങുകയും വാളും മണിയും ഒക്കെ അടിച്ചുകൊണ്ട് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ഒരു യക്ഷി നടക്കുന്ന രീതിയിൽ മുടിയൊക്കെ അഴിച്ചിട്ട് വളരെ ലാഘവത്തോടെയാണ് അവർ നടക്കുന്നത്. അതിനുശേഷമാണ് പടക്കം പൊട്ടിച്ച് 4 സൈഡിലോട്ടെറിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായിട്ടുള്ള AYFന്റെ ജില്ലാ ഭാരവാഹി, അവർ പഴയ യക്ഷിക്കഥകളിലുള്ള മാതിരി ഇങ്ങനെ നടക്കുകയാണ് എന്ന് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനാ പറയണേ. ഇല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക. നാട്ടുകാർക്കും അതേ പരാതിയുണ്ട്. അന്ധവിശ്വാസങ്ങളുടെ അങ്ങേ തലയ്ക്കൽ നിൽക്കുക. ആൾദൈവമായിട്ട് ഇനി ഇപ്പോൾ അവതരിക്കുമോ എനിക്കറിയില്ല. എന്താ കാണിക്കതൊക്കെ? എവിടെ എത്തിയതൊക്കെ? മാങ്കൂട്ടത്തിന് ഇതിനെ മാത്രമേ കിട്ടുള്ളൂ ന്യായീകരിക്കാൻ. വേറെ പെണ്ണുങ്ങളെ ആരെയും കിട്ടിയില്ല. അതും ആലോചിച്ച് നോക്കണം നിങ്ങൾ. പടക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. ചെറിയ പടക്കം എന്ന് പറയുമ്പം കൈവച്ച് വിടണം, വലിച്ചെറിയുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് കാരണം ജനങ്ങൾക്ക് ഒരിക്കലും അത് ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തതാണ്. കാരണം ഇവിടെ ഗർഭിണികൾ തൊട്ടടുത്തൊരു സ്ത്രീ പ്രസവിച്ച് കിടപ്പുണ്ട്. അവരൊക്കെ ഇത് വോട്ട് ആ വീഡിയോ എൻ്റെ അടുത്തും ഉണ്ട് കേട്ടോ. ഇപ്പോൾ കോപ്പെന്ത് ഇത് ഉണരുന്ന ഒരു സാഹചര്യമാണ് ഇത്. ഇവിടെ തന്നെ ഒരു കൊച്ചിന് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ സ്വാഭാവികമായിട്ടും വളരെ വളരെ ബുദ്ധിമുട്ടുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ വഴി അടച്ചിരിക്കുന്നത്. ഈ വല്യപ്പനും വല്യമ്മയും മാത്രമാണ് താഴെ താമസിക്കുന്നത്. അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ആ വഴി അടച്ചിരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കേസുകൾക്ക് മധ്യസ്ഥ പറഞ്ഞ് അത് ഒഴിവാക്കേണ്ട ഒരു അംഗമാണ് സാധാരണ എല്ലാ ജില്ലാ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കേസുകൾക്ക് അത് ന്യായമായി പരിഹരിച്ചു കൊടുക്കുന്ന ഒരാളാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് അത് അടയ്ക്കുന്നതിന് വേണ്ടി ഗുണ്ടകളെ കൊണ്ടുവന്ന് അടയ്ക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ടീമാണ് ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്നത്. കാരണം അവർ പറയുന്നത്, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെങ്കിലും കൊല്ലം ജില്ലയിലെ AYFന്റെ ജില്ലാ സെക്രട്ടറി ആണെന്നും എന്നെ ഒരുത്തിനും ഒന്നും ചെയ്യത്തില്ല, നിനക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ എന്നുള്ള വാശി പിടിച്ചുകൊണ്ട് അത്ര ധാർഷ്ട്യമായിട്ടാണ് അവരുടെ സംസാരം. അതൊരിക്കലും ഒരു സാധാരണക്കാരനെ ന്യായീകരിക്കാനും നീതീകരിക്കാനും പറ്റാത്ത സംഭവമാണ്. പത്തനംതിട്ട ജില്ലയുടെ CPIയുടെ മെമ്പറാണ് ഞാൻ. എന്നെ വെല്ലുവിളിക്കാൻ ആരുമില്ല. അതുകൊണ്ട് എന്നെ അനുസരിച്ച് എല്ലാവരും ഇവിടെ ജീവിച്ചോണം. അതായത് പണ്ടത്തെ കാലത്തെ കൂട്ടം അടിമത്തം. പണമുണ്ട്, പണത്തിന്റെ അഹങ്കാരവും രാഷ്ട്രീയത്തിന്റെ ഒരു പിൻബലവും അത് വെച്ചുള്ള ഒരു കളിയായി കളിക്കുന്നത്. അതാണ് ഈ പ്രദേശത്തുള്ളവരെല്ലാം പറയുന്നത്. ഈ ഒരു വീട്ടുകാരെ കൊണ്ട് അവർക്ക് ആർക്കും ജീവിക്കാൻ വയ്യ എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണം. ഇപ്പൊ FIR ഇട്ടിരിക്കുകയാണ് ഈ കേസിന്. FIR ഇട്ടിരിക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന നടപടികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ കൂടി അത് ഇടപെട്ടാൽ അത് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് നീതി കിട്ടണമെന്നുള്ളതാണ് അവർ പറയുന്നത്. അവിടെ വന്നപ്പം തിരിച്ചങ്ങോട്ട് വന്ന നേരത്ത് മൊത്തം 4-5 പേരെ വിളിച്ചുകൊണ്ട് വന്ന് അടച്ച്. അപ്പോൾ എൻ്റെ ഗുളികയും മരുന്നും എല്ലാം അതിനകത്തിരിക്കുക. ഞാൻ 2-3 ദിവസമായി ഇവിടെ കിടക്കുക. ഇതിന് കാരണം ഇത് അവർ മേടിച്ചെന്നും പറഞ്ഞാൽ വന്ന് അത് പറഞ്ഞാൽ ഈ അടയ്ക്കുന്നത്. അത് അവരുടെ ഞങ്ങൾക്കതിൽ കൂടെ വഴിയില്ല. ഇത് ഞങ്ങളിപ്പോൾ 10-40 വർഷമായി. പിന്നെ മോന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിനെ കൊണ്ട് അവർ കേസ് കൊടുത്തു അവന്റെ പേരില്. ആ കേസ് കൊടുത്തോണ്ട കേസ് അവർക്ക് വിസിറ്റായിരിക്കും.
ഞാനിതിനൊന്നും പോയിട്ടില്ല. അപ്പൊ അവന്റെ പേര് കിടന്ന വസ്തു കോടതിയിൽ നിന്ന് അങ്ങാണ്ട് ജപ്തിച്ചു പോയിട്ടു. അപ്പൊ എന്റെ അവകാശം അവനാ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവനാ അത് അവർക്ക് അങ്ങ് കൊടുത്തു. അമ്മ അറിയാതെയാണോ ആന്ന് ആന്ന് ആ ശരിക്കും ആരുടെ പേരിലാ ഉള്ളത്? അമ്മയുടെ പേരിൽ തന്നെയല്ലേ ഉണ്ട് ഉള്ളത്? ആ അമ്മ അറിയാതാണോ എഴുതി ആന്ന്. അമ്മ ഒപ്പിട്ടൊന്നും കൊടുത്തോളൂ? ഞാനൊന്നും ഒത്തിരി പൊട്ടു കൊടുത്തിട്ടില്ല. ഒന്നും കൊടുത്തിട്ടില്ല. ഇല്ല. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ. ഇവിടെ കുറച്ച് ദിവസം കൊണ്ട് ഇവിടെ കുറേ പിന്നെ വഴക്കും അതും ഇതൊക്കെ നടക്കുന്നതായിട്ടൊക്കെ ഞാൻ അറിഞ്ഞെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരു കാരണവശാലും ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഇത് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് അത്ര നികൃഷ്ടമായ കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ കണ്ണു കാണാൻ വയ്യാത്ത അച്ഛനെയും അമ്മയെയും നാട്ടുകാർ കൂടി വലിച്ച് മേളിൽ കയറ്റിയ സമയത്ത് സ്ഫോടക വസ്തു പൊട്ടിച്ച് അവരുടെ പെരയുടെ മണ്ടക്കിട്ടതും അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയി. ആ പരാതിയിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ അമ്മ ഇപ്പം സംസാരിക്കുന്നത്. CPI ചെറിയേട്ടനാണ്, CPM വലിയേട്ടനാണ്. CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പറയുന്നത് ഇത്രയും മോശമായിട്ടാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരാണിത് കാണേണ്ടത്, സഖാക്കളാണിത് കാണേണ്ടത്. വെള്ളം പൂട്ടിയടിക്കാൻ ഇറങ്ങിയിരിക്കുക ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാന്യൻ, ബഹുമാന്യൻ, അവൻ്റെ ഫോട്ടോ എടുത്തിട്ട് വീട്ടിൽ വെച്ച് ആരാധിക്കുക. അതെനിക്ക് പറയാനുള്ളത്. ആരാധന മൂത്തഭ്രാന്തായെങ്കിൽ ഈ വഴി ഇറങ്ങാൻ പോകുന്ന വഴി വെട്ടിയടച്ചിരിക്കുന്നത്. ഷീനാദേവി കുഞ്ഞമ്മ അവിടെ ഇരുന്നും കൊണ്ട് അവരുടെ മകനും അച്ഛനും അമ്മയും കൂടിയാണ് ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോയി. ഞങ്ങൾക്ക് അക്രമം വയ്യ എന്നാണ് അവർ പറയുന്നത്. അക്രമ വാസനയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണെന്നാണ് അറിവ്. ഇത് CPM അറിഞ്ഞിട്ടോ ഒന്നുമില്ല. അവർ ഈ വിവരം ആ CPM-ന്റെ പിന്നെ പ്രവൃത്തിയോ ഒന്നുമല്ല ഇത് CPI-യിലെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടു വിട്ട ഒരു ജനപ്രതിനിധി ഈ സൈസിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് നാട്ടിലുള്ള ജനങ്ങളെ മൊത്തം അമ്പരപ്പിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പിന്നെ സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ച് അടുത്തുള്ള വസ്തുവിനും വീടിനും ഒക്കെ എറിഞ്ഞ് അവരെ തുരത്തുക എന്ന് പറഞ്ഞാൽ അത് വളരെയേറെ മോശമായ ഒരു രീതിയായി പോയി അങ്ങനെ കാണിച്ചത്. ഞങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുടുംബശ്രീ അംഗങ്ങളും മറ്റ് അയൽക്കാരുമാണ് ഈ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഈ സ്ത്രീ ഇത് ചെയ്തത്, ഈ മെമ്പർ ഇത് ചെയ്തത് വളരെ അന്യായമായ കാര്യമായി പോയി. CPI-യിൽ നിന്ന് വന്ന ആളാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ഇതിൽ CPM-കാരോ അവർ മറ്റാരുമോ ഇതിലൊരു പങ്കാളികളുമല്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഇതല്ല, ഈ സൈസ് പരിപാടിയല്ല CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാട്ടിലുള്ള മനുഷ്യരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. ഞാൻ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നതാണ്. രാത്രി ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. എൻ്റെ രണ്ട് പെൺമക്കളാണ്. അവരെ കെട്ടിച്ച് ഞാൻ കശുവണ്ടി തൊഴിലാളിയാണ്. ഒറ്റയ്ക്കാണ് അവിടെ കിടക്കുന്നത്. രാത്രി ഒരു 10 മണിക്ക് ശേഷം രാത്രി അല്ലെങ്കിൽ പാതിരാത്രി ആകുമ്പോൾ ഭയങ്കര സൗണ്ടോടുള്ള ശബ്ദങ്ങൾ, സ്ഫോടന വസ്തുക്കൾ പൊട്ടിക്കുവാണ്. ഒരു ദിവസം ഇവിടെ ഭയങ്കര അലർച്ചയും വേളവും എല്ലാം കേട്ട് ഞാൻ മുറ്റത്തിറങ്ങി നോക്കിയപ്പം ഇവിടെ ഭയങ്കര ആളുകളും ഇവിടെ വീട്ടിലെ ഇവിടെ ആളുകളും ഒക്കെ ഒരുപാട് ആൾക്കാർ കൂടി ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടെ തീ എരിയുന്നതായിട്ട് കണ്ട്. അപ്പം ഞാനും ഇത് ഇങ്ങനെ വന്ന് നോക്കി. ഇത് നിരന്തരം എല്ലാ ദിവസവും ഈ ശ്രീനാദേവി കുഞ്ഞമ്മ ആളുകളെ നിർത്തിക്കൊണ്ട് ഈ സ്ഫോടന വസ്തുക്കൾ ഇങ്ങനെ പൊട്ടിക്കുവാണ്. ഞെട്ടി അവർ അന്ന് രാത്രി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. തൊട്ടടുത്ത വീട്ടിൽ 8 ദിവസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ആ സ്ഫോടന വസ്തുവിൻ്റെ ഞെട്ടലോടുള്ള വലിയ ശബ്ദം കേട്ട് അത് ഞെട്ടി കുഞ്ഞ് ഞെട്ടിക്കട്ടിലിൽ നിന്ന് ഇതായിട്ട് അതിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖമുള്ള 2 ആളുകളുണ്ട്. അവർക്ക് ഈ ശബ്ദങ്ങൾ കേട്ട് നിരന്തരം, ഒരു ദിവസമല്ല നിരന്തരം ഇതാണ് ചെയ്യുന്നത്. രാത്രി കഴിയുമ്പോൾ ആ മറ്റേ ഹൃദയ വാൽവിന് ഇതായുള്ള ആ വയ്യന് 15 വയസ്സേ ഉള്ളൂ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ വാൽവിന് ആ ശബ്ദം കെട്ടി ഞെട്ടി ഉണർന്ന കുഞ്ഞ് ശ്വാസം എടുപ്പോടെ കൂടി ഹോസ്പിറ്റലിൽ അതിനെയും കൊണ്ടുപോയി. ഞങ്ങൾക്ക് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ മുഖേന ഞങ്ങൾക്ക് ജീവിതം മടുത്തിരിക്കുവാണ്. ഞങ്ങളുടെ ആത്മഹത്യയിലെ വക്കിലേക്ക് എത്തിയിരിക്കുവാണ്. ഞങ്ങൾക്ക് ഒരു തരത്തിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു ഉപകാരം ചെയ്തു തരണം. ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. ഞങ്ങൾക്ക് പേടി ഭയവാനുള്ള രീതിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒരു പരാതി കൊടുത്തു. ഇതിപ്പം എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ ആദ്യം ഇവർ നിരന്തരം രാഷ്ട്രീയ കളിയാണ്. രാഷ്ട്രീയ ഇത് വെച്ചുകൊണ്ട് അവർ ആദ്യം പോലീസുകാർ വരാറില്ല. പിന്നെ സ്ഥിരമായിട്ട് മണി അടിക്കുന്നുണ്ട്. അതുപോലെ ഹൈ വോളിയത്തിൽ അവർ പാട്ടൊക്കെ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാനൊക്കെ. ഒരുപാട് പേരെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ. പക്ഷെ അവരാരും വന്നതിന്
അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർ പറയുന്നത് കേട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞാൽ റോഡിലൂടെ പോകുമ്പോൾ വന്ന് വണ്ടി നിർത്തുക, എന്നിട്ട് ഓരോന്ന് പറയുക, ഇതൊക്കെ ചെന്ന് കൊല്ലാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഇവിടെ അപ്പൂപ്പനും അമ്മൂമ്മയെ താഴെ താമസിക്കുന്നവർ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എന്തോ സ്ഫോടനം പോലെ എന്തോ എടുത്ത് എറിഞ്ഞവർ മണ്ടയ്ക്ക് വന്ന് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവരുടെ വഴി അടച്ച് അവർക്ക് താഴോട്ട് അവരുടെ മരുന്നൊക്കെ താഴെ ഇരിക്കും, അപ്പോൾ അവർക്ക് താഴോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര വലിയ ശല്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ രാത്രിയാകുമ്പം ഹൈ വോളിയത്തിൽ പാട്ടിടുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ട് ഇതിനൊരു മാറ്റം ഉണ്ടായില്ല. പിറ്റേ ദിവസം ഇവർ വീണ്ടും ദൂരം ഒന്ന് പൊട്ടിച്ച് പോലീസുകാരൊരു പേടിയില്ലാത്ത പോലെ. മണിയടി വല്ലാത്ത ശല്യമാണ്. പഠിക്കാനൊക്കെ ഇരിക്കുമ്പം അവർ നമ്മൾ പഠിക്കാൻ ഇരിക്കുന്ന കണ്ടിട്ട് അവർ മണിയടി അടിക്കുകയൊക്കെ ചെയ്യും. ഒരു പ്രായമായ അമ്മയും അച്ഛനും താമസിക്കുന്ന വീട് ആ വഴി അടച്ചും ആ പ്രദേശത്തെ ഭയപ്പെടുത്തിയും നടത്തുന്ന ഇത്തരം പ്രവണതകൾ ഒരു നിയമത്തിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇവരുടെ ആരോപണം ശരിയാണെങ്കിൽ ഇവരെ ഇത്തരക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എനിക്കും ഇത് തന്നെ പറയാനുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള പോക്കാണ്. എന്ത് കുഞ്ഞമ്മയാണെങ്കിലും പിന്നെ വല്യമ്മയാണെങ്കിലും അമ്മൂമ്മയാണെങ്കിലും അമ്മായിയമ്മയാണെങ്കിലും ശ്രീനാദേവി ഈ ഏർപ്പാട് നിർത്തിക്കോണം. നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ അങ്ങനെ, വേറെ ഏതെങ്കിലും രീതിയിലാണെങ്കിൽ ഈ പാവങ്ങളെ പേടിപ്പിക്കാൻ പോയതുപോലെ ഗുണ്ടായിസായിട്ട് വരികയാണെങ്കിൽ അങ്ങനെ. രാഹുൽ പറയണത് കേട്ടിട്ടൊക്കെ നിങ്ങൾ പിന്നെ നിയമസഭാംഗത്ത് സ്വപ്നം കണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ആ വാക്കൊന്നും അവർ പാലിക്കാൻ പറ്റില്ല എന്നേ. അത് ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുള്ള വാക്കാ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലമേ ഉള്ളൂ. അതിൽ 10-100 ചില്ലാണ് 100 പിന്നെ ലീഗിൻ്റെയും പിന്നെ കേരള കോൺഗ്രസ് ജോസഫിൻ്റെയും RSPയുടെയും ഒക്കെ സീറ്റുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്ര സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്? അതിൽ സിറ്റിംഗ് MLA-മാരുള്ളവരാരും മാറാൻ പോണില്ല. പിന്നെ ബാക്കി എത്ര സീറ്റിലാണ് മത്സരിക്കാനുള്ളത്? 6 സീറ്റിൽ കോൺഗ്രസിലാണ് സ്ഥാനാർത്ഥി വരിക. നിങ്ങളെ ആക്കില്ല. കൊല്ലത്ത് നിങ്ങളെ ആക്കില്ല. പത്തനാപുരത്ത് വീണ്ടും ജ്യോതികുമാർ ചാമക്കാല തന്നെ വരും, അവിടെ ആക്കില്ല. കൊല്ലത്ത് ബിന്ദുകൃഷ്ണൻ തന്നെ വരും, അവിടെ ആക്കില്ല. കുണ്ടറയിൽ വിശ്വനാഥ് സിറ്റിംഗ് ആണ്, മാറില്ല. കൊട്ടാരക്കരയിൽ നിങ്ങളെ കൂടെ നിർത്തില്ല. കൊട്ടാരക്കര സീറ്റാണ്. ഞാൻ നേരത്തെ കൊല്ലം എന്നറിയാതെ പറഞ്ഞെങ്കിൽ അത് ക്ഷമിക്കണം നിങ്ങൾ. കൊട്ടാരക്കരയാണ് ഞാൻ ഉദ്ദേശിച്ചത്, മന്ത്രി ബാലഗോപാലിൻ്റെ. അവിടെ രശ്മി തന്നെ വീണ്ടും മത്സരിക്കും. അടൂർ സംവരണ സീറ്റാണ്. റാന്നിയിൽ പിന്നെ നിങ്ങളെ ആക്കില്ല. കോന്നിയിൽ നിങ്ങളെ ആക്കില്ല. പത്തനംതിട്ടയിൽ ഒരു സീറ്റിലും, പത്തനംതിട്ടയും കൊല്ലത്ത് ഒരു സീറ്റിലും നിങ്ങളെ ആക്കാൻ പോണില്ല. നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട് നിൽക്കരുത്. ചതിക്കപ്പെടുകയാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ കുഞ്ഞമ്മയ്ക്ക് ഇനി ഉണ്ടായിട്ടില്ലെങ്കിൽ കുഞ്ഞമ്മയുടെ കാര്യം സ്വാഗ. പിന്നെ കുഞ്ഞമ്മ ഞാൻ ഈ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ പാവങ്ങളെ പേടിപ്പിച്ച പോലെയുള്ള കാക്കിയുള്ള പരിപാടികളായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞമ്മയെ സംരക്ഷിക്കാനോ കുഞ്ഞമ്മയ്ക്ക് അതിനു വേണ്ടിയിട്ട് ആ ഗുണ്ടായുസത്തിന് കൂട്ടു നിൽക്കാനോ പോലും കഴിയാത്തത്രയും പിന്നെ ഒന്നും കൂടി ദുർബലനാക്കിയിട്ട് രാഹുലിനെ ഷാഫിയെ മാറ്റാനുള്ള എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഇത് അവസാനിപ്പിച്ചോണം. CPIയുടെ നേതൃത്വത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, PP സുനീർ, മന്ത്രി രാജൻ, പിന്നെ മന്ത്രി പ്രസാദ്, പിന്നെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ, അദ്ദേഹം പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ്. അങ്ങനെയുള്ള ആരൊക്കെയാണോ ഉള്ളത് CPIയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് APJനെ അനുകൂലിക്കുന്നവരോ എതിർക്കുന്നവരോ ആരോ ആവട്ടെ, കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ ഇവരോട് പറയേണ്ടത് ഇവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് 2-3 സ്ഥാനത്തല്ലേ നിന്നോട്ടെ, എന്തെങ്കിലും കാണിച്ചോട്ടെ, അലവൻസ് മേടിച്ചോട്ടെ. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിലുള്ള അതിൻ്റെ പെൻഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇല്ലാന്ന് തോന്നുന്നു. ആ പൈസ മേടിച്ചോട്ടെ. അടുത്ത വേറെ വീഡിയോയും കൂടി ഉണ്ട് ഒരു ഗുണ്ടായിസം കാണിക്കുന്നതിൻ്റെ, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതും കൂടി കാണിച്ചു തരാം. നിങ്ങൾ ഇവർക്കെതിരെ അടിയന്തരമായി സംഘടനാ നടപടി എടുക്കുകയാണ് വേണ്ടത്. ഇവർ ഒരു വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ്. പറയടി, നീ ഒന്ന് പറ, പറയടി, നീ പറയുന്നതാണ് എനിക്ക് കൊടുക്കാൻ. പറയടി, നീ പറയടി. നീ എന്നെ കൊല്ലാൻ വരുവാ, എന്നെ വണ്ടി ഇടിക്കാൻ വരുന്ന. എന്റെ വണ്ടി അവിടം വരെ പോയതാ. അവിടം വരെ പോയപ്പോ എന്റെ വണ്ടി ഇടിക്കാൻ എന്റെ വണ്ടി കീഴിക്കൊണ്ട് ഇപ്പൊ ഇരിക്കേണ്ടിയായിരുന്നു.
ആ എന്റെ വണ്ടിയുടെ കീഴിൽ എവിടെ കൊല്ലാൻ പോവാ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊല്ലുമെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷൻ കൊണ്ട് കൊടുക്കട്ടെ. ഞാൻ പോലീസ് സ്റ്റേഷൻ ഇത് കൊണ്ട് കൊടുക്കാൻ പോവാ. നീ എന്നെ വണ്ടി ഇടിക്കാൻ വന്നു. വണ്ടി ഇപ്പൊ എന്നെ ഇടിച്ച് കൊല്ലണ്ടായിരുന്നു. ഇപ്പൊ എന്നെ വണ്ടി ഇടിച്ചു കൊല്ലണ്ടായിരുന്നു. വണ്ടി അവിടെ വരെ പോയതാ. പോയ വണ്ടി തിരിച്ചു വന്ന് എന്നെ വണ്ടി കയറ്റി. ആ ഇപ്പൊ എന്നെ കണ്ടോ, പോലീസുകാരെ കൊണ്ടിട്ട് ഇപ്പൊ എന്നെ വണ്ടി ഇടിക്കട്ടെ. നിങ്ങളൊക്കെ സാക്ഷി കണ്ടോ വേണ്ടേ? ഇപ്പൊ എന്റെ വണ്ടിയുടെ കീഴിൽ എന്നെ കൊണ്ട് ഇടിക്കാൻ പോയതാ. എന്നെ കൊല്ലാൻ വന്നതാ ഇവള്. ആ എന്നെ കൊല്ലാൻ വന്നത് എന്റെ വണ്ടീന്റെ കീഴിൽ കൊണ്ട് കയറ്റി. ആ തിരിച്ചു വന്നതാ. ഞാൻ ഇത് പോലീസ് സ്റ്റേഷൻ കൊടുക്കൊണ്ട് വണ്ടി എന്റെ കീഴിൽ കൊണ്ട് കയറ്റോ നീ? കുറേ ഉണ്ട്. അതെല്ലാം കൂടി കാണിക്കാമെന്ന് അതിൻ്റെ നേരം ഉണ്ടാവുള്ളൂ. ഒരു സ്ത്രീയെ അവർ പോകുമ്പോൾ വണ്ടിയിൽ ഇവർ മറികടന്ന് പോയിട്ട് പിന്നീട് റിവേഴ്സ് എടുത്ത് തിരിച്ചു വന്നിട്ട് അവരെ വണ്ടി ഇടിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ളത് അവർ പിന്നെ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞമ്മയ്ക്ക് പിന്നെ ഒരു സ്പൈഡർ വുമണാണ്. അത് അതിമാനുഷിക ശേഷിയൊക്കെ ഉണ്ട്, വലിയ ഭക്തിയും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ശേഷിയൊക്കെ ഉപയോഗിച്ച് വല്ല ശത്രു സംഹാര പൂജയൊക്കെ നടത്തിയിട്ട് എന്നെ കൊന്നിട്ടില്ലെങ്കിൽ വീണ്ടും കാണാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകിട്ട് പിന്നെ ഗുഡ് നൈറ്റ് പറയാൻ സ്റ്റോറിയുമായിട്ട് വരാൻ ഞാൻ അവർ എന്തെങ്കിലും പ്രത്യേക മന്ത്രം ചെയ്തിട്ട് തന്ത്രമൊക്കെ ചെയ്തിട്ട് എന്നെ കൊന്നിട്ടില്ലെങ്കിൽ വൈകിട്ട് ഗുഡ് നൈറ്റ് പറയാൻ വീണ്ടും സ്റ്റോറിയായിട്ട് വരാം. പക്ഷേ എനിക്ക് അവരോട് റിക്വസ്റ്റ് ഉണ്ട്, അവർക്ക് ഇങ്ങനെയുള്ള തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഇത്തരം പിന്നെ അത്ഭുത സിദ്ധികളൊക്കെ ഉള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അവരുടെ പ്രിയ സുഹൃത്തായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴത്തെ ഈ കോഴിക്കേസുകളിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ശേഷി വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ പ്രത്യേകിച്ച് ദ്രോഹിക്കരുതെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.